വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ഒരുമിച്ച് എല്ലാവരും വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മയെ ഞാനാണ് എപ്പോഴും ഓർത്തുപോയത്. ഔസേപ്പിതാവിനും ഇതേ കേസ് തന്നെയായിരുന്നു. ഔസേപ്പിതാവിനും സംശയം തന്നെയായിരുന്നു ശരിക്കും. പക്ഷെ ആ വിഷയത്തിൽ അമ്മ എടുത്തൊരു നിലപാടുണ്ട്. അത് ആ കാലങ്ങളെല്ലാം അമ്മ തന്നോടുകൂടി ആയിരുന്ന ഒരു നിലപാടാണ് എടുത്തത്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു നിലപാട്, ഒരു ശിഷ്യയുടെ നിലപാട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ആ ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനം ഏറ്റു പറഞ്ഞ്, ആ ദിവസങ്ങളിൽ മറിയാം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഭയങ്കര ആരോപണം. തൻ്റെ ഉദരത്തിൽ നൽകിയ ഗർഭശിശുവിനെ കുറിച്ചുള്ള വീട്ടുകാരുടെയും ആരോപണം ഉയരുന്ന സമയത്താണ് ഈ ആളിങ്ങനെ കൈയെടുക്കുമ്പോൾ അത് ആ അഭിവാദനം കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നിറയണത്. ഇത് വിശ്വാസിയുടെ മാതൃകയാണ് ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം നൽകുമ്പോൾ ഓർക്കണം, അത് നിലവിലിരിക്കുന്ന ഉടനെ ചാടി വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ പോകാനുള്ള വിശ്വാസിക്കുള്ള നിർദ്ദേശം എന്താണ്? വിശ്വാസി ആ സമയത്ത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ തന്നോടുകൂടി ആയിരിക്കും. ഏതവസ്ഥയായാലും ശരി തന്നോടുകൂടി ആയിരിക്കുവാനാണ് ആദ്യത്തെ വിളി. രണ്ടാമതാണ് നിയമ നടപടിയും നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3:14 മർക്കോസിൻ്റെ സുവിശേഷം എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായി ഞാനൊരു വിശ്വാസ നിലയിൽ പ്രാർത്ഥനയിലെ ദൈവവചനത്തിലെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ
കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അച്ഛന് ഈശോയുടെ വചനങ്ങൾ നിങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം വിശ്വാസം എപ്പോഴും വില കൊടുക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസിൻ്റെ 2 പത്രോസ് 1:10 വായിച്ചില്ലേ? നിങ്ങൾ വീണ് പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അത് ഇടയ്ക്കിളകുകയെ ഇതുപോലെ ഇളകുമ്പോൾ ഉറപ്പിക്കണം. എങ്ങനെ ഉറപ്പിക്കും? നമ്മൾ തന്നോടുകൂടി ആയിരുന്നു കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. അതാണ് മർക്കോസിൻ്റെ 3:15. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും അതല്ലേ എലിസബത്ത് അമ്മയെ കാണുമ്പോഴേ. ഇപ്പം ഔസപിതാവ് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കിയെങ്കിലും അമ്മ ഔസപിതാവിൻ്റെ വാക്കിലല്ല വിശ്വസിച്ചത്. മനുഷ്യന്മാരുടെ കുറേ വാക്കുകളുണ്ടാകും, അതിലല്ല വിശ്വസിക്കുക. അപ്പം നമ്മൾ മനുഷ്യൻ്റെ കൂടെ ആകത്തുള്ളൂ. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്താ പറയണത്? സംശയത്താൽ ആരോപിതയായ മറിയത്തെയാണ് എലിസബത്ത് കാണുന്നത്. പക്ഷേ എലിസബത്ത് എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ 1:45 ലൂക്കാ സുവിശേഷം. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഏറ്റവും കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഇപ്പോഴും നമ്മൾ ആ വചനം ശ്രദ്ധിച്ച എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, അതായത് മർക്കോസ് 3:14 എന്താണ് വിളി? എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 3:14-15. അപ്പോൾ അതാണ് വിളി. എന്തിനാണ് വിളിക്കണത്? ഒന്ന് തന്നോടുകൂടി ആയിരിക്കുവാൻ. എന്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായാലും ബേസിക്കായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അരുളപ്പാടോടുകൂടി ആയിരിക്കും. പിന്നെ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷ്യം നൽകുക. അതാണ് എലിസബത്ത് പറയണത്. മേരി, ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ബേസിക്കായിട്ട് നീ എന്താ ചെയ്തിരിക്കുന്നത്? അതാ 1:45 ലൂക്ക. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങളാണ്, അല്ലാതെ ഔസപിതാവ് പറഞ്ഞ കാര്യങ്ങളല്ല. ഔസപിതാവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞ കാര്യങ്ങളല്ല. നിന്നെ തട്ടിക്കളയെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. കല്ലെറിയുമെന്ന് കൊല്ലൂന്ന് വരെ പറയും. മനുഷ്യൻ്റെ വാക്കുകളാണ്. നീ മനുഷ്യൻ്റെ വാക്കുകളല്ല വിശ്വസിച്ചത്, നീ ദൈവത്തിൻ്റെ വാക്കുകളിലാണ് വിശ്വസിക്കുന്നത്. അതാണ് വിളിയെന്ന് പറയണത്. എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ പേര് റോഫിൻ ഡിക്സൺ. ഞാൻ വരുന്നത് മാഹി സെൻറ്റ് തെരേസ ബസിലിക്കയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 30/10/2021 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 3-4 ലോണ് എൻ്റെ പേരിലുണ്ടായിരുന്നു. ബിസിനസ് ലോണാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് കർണാടക ബാർകോഡ് ടെക്നോളജീസ്. ബാർകോഡ് പരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു 8 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയുണ്ടായി. അപ്പം ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ബിസിനസ്സിൻ്റെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലോൺ എടുത്തത്.
അതിനുശേഷം 2022 മറ്റൊരു ലോണ്, ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മറ്റൊരു ലോണും അതുപോലെ തന്നെ വീണ്ടും ഒരു 4 ലക്ഷം രൂപയുടെ വേറൊരു ലോണും കൂടെയായിട്ട് അങ്ങനെ ആകെ ഒരു 16 ലക്ഷത്തോളം ലോണ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ കൂടെ 2 പേര് ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഒരാൾ ആദ്യം 2022 ജൂൺ മാസത്തോട് കൂടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു. അതേ തുടർന്ന് രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന ആൾ, ഈ ആദ്യത്തെ ആൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ആളുടെ അപ്പൻ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആളിവിടെ ആലപ്പുഴക്കാരനാണ്, ചേർത്തലയാണ്. അപ്പം വയ്യാത്തൊരു പെങ്ങളും ഉള്ളത് കാരണം അവന് ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം വന്നപ്പം ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടുത്തെ സെയിൽസും ഡെലിവറിയും ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ലൈഫ് എന്താ പറയുക, ഒരു ഇരുട്ട് പിടിച്ച പോലെ മാറാൻ തുടങ്ങി. അങ്ങനെ കടബാധ്യതകൾ വന്ന് തിരിച്ച് ഈ ലോൺ അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും കിട്ടുന്ന പേയ്മെൻറ്റുകൾ റൊട്ടേഷനായി തുടങ്ങി. ഈ ചെറിയ പൈസകളിൽ ലോൺ അടക്കും, സപ്ലയർമാരുടെ പേയ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ടൈറ്റായി. അങ്ങനെ ഇനി എന്താവും എൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്നറിയാതെ ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടു. ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. ലോണുകാരുടെ വിളി വരും, സപ്ലയർമാരുടെ വിളി വരും, കസ്റ്റമർ വിളിക്കുമ്പോൾ സാധനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 2022 തൊട്ട് 2023 ആയപ്പോഴേക്കും എൻ്റെ ബിസിനസ് അവിടെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിലെ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടങ്ങിയതായിരുന്നു. കാരണം എനിക്ക് നാട്ടിലും ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ഞാൻ പാർട്ട്ണറുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം തിരിച്ചെൻ്റെ പാർട്ട്ണറുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു, വീട്ടിലും സംഭവം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ, എൻ്റെ കാലിന് വയ്യാത്തൊരാളാണ് ഞാൻ, എൻ്റെ വലത്തെ കാൽ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പം എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ വീട്ടുകാർക്കും അവിടെ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ജോസഫ് അച്ഛനെ 1-2 പ്രാവശ്യം ഇതേ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാണാനുള്ള അവസരം എനിക്ക് കിട്ടി. ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് കാശ് രൂപം തന്നു. പക്ഷേ എൻ്റെ ഉടമ്പടി അന്നൊന്നും അത്ര കൃത്യമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അങ്ങനെ 2023 നവംബർ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ബാംഗ്ലൂർ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല, കാരണം അത്രയും ഞാൻ ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലുള്ള പാർട്ട്ണറുടെ അടുത്തോ ഓഫീസിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, അതായത് സ്വയം ഞാൻ ഉൾവലിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആരുമായിട്ടൊരു കണക്ഷനില്ല, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അങ്ങനെ സാഹചര്യത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ ലോണുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിലെ പാർട്ട്ണറായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വീണ്ടും നാട്ടിൽ പാർട്ട്ണർഷിപ്പിലായിട്ട് ഞാൻ ഇത് തുടരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലെ ക്ലയൻസ് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ആൾക്കും ഓർഡർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി, കാരണം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ആദ്യത്തെ എടുത്ത 8 ലക്ഷം ലോണിൽ ഏകദേശം 6 ലക്ഷത്തോളം അടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവർ വിളിച്ച് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാനത് ലീഗൽ നോട്ടീസ് റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ നിന്നില്ല. അങ്ങനെ അത് കേസായിട്ട് മാറി. അവസാനം ഒരു ലെറ്റർ വീട്ടിൽ വന്നു. മെയ് മാസം 1-ാം തീയതി, മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുന്ന ആ ദിവസം വീട്ടിലൊരു നോട്ടീസ് വന്നു. സെപ്റ്റംബർ 4-ാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ കൽക്കട്ട കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം, അത് വാറണ്ടായിട്ട് മാറും എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ ചെറിയ ചെറിയ തുകകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് കേസായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ വല്ലാത്ത വിഷമമുണ്ടായി. മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് പിണക്കമൊക്കെ ഞാൻ ഉണ്ടായി, മാതാവുമായിട്ടും ഈശോയായിട്ടൊക്കെ ഞാൻ അകലാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് മുഴുകി. അങ്ങനെ സെപ്റ്റംബർ 4-നാണെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു, ശരി നമുക്കെന്തായാലും ഇത് ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നോട്ടീസ് വന്ന കേസ് ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. മീൻസ് ഈ ഒരു ലോണ് അടക്കാനുള്ള തുക സഹായിച്ചു തന്നിട്ട് അങ്ങനെ അമ്മ മാതാവ് വഴി എനിക്ക് ആ ഒരു ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇന്ന് ജയിലിലോ മറ്റോ ആയിട്ടുണ്ടാവുന്നു, കാരണം വേറെ ഒരു വഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു.
ആ ഒരു അവസ്ഥയിൽ രണ്ടാമത്തെ ലോണ് ഒരു ഡിസംബർ മാസമായപ്പോഴേക്കും രണ്ടാമത്തെ ഒരു ലോൺ അടക്കാനുള്ള പണവും എനിക്ക് കാരണം അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024 ഏകദേശം ഏപ്രിൽ മെയ്യോടെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ബിസിനസ് പാർട്ണർക്ക്, നാട്ടിലുള്ള ബിസിനസ് പാർട്ണർക്ക് ഞാനൊരു വാക്ക് കൊടുത്തു. ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കസ്റ്റമറെയും ഞാൻ തിരിച്ച് പിടിച്ച് കൊണ്ടുവരാം, ബാംഗ്ലൂരിൽ പോയിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം. പക്ഷേ എനിക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്ക് സഹായിച്ച് കിട്ടണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബാംഗ്ലൂരിലെ ഓരോ കസ്റ്റമറായിട്ട് ഞാൻ പിടിച്ച് കൊണ്ടുവന്നു. ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമറിൽ 75%, 80%ഓളം കസ്റ്റമർ ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഓർഡർ എടുത്ത് ഇപ്പോൾ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 1000 നന്ദി അമ്മ മാതാവിന് ഈശോനും കരയറ്റുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലോണ് കഴിഞ്ഞ 2024 ഡിസംബറോട് കൂടി ക്ലോസ് ചെയ്തു. മൂന്നാമത്തെ ലോൺ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ ഒരു പൈസ അടച്ച് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോണും ഇതേപോലെ തന്നെ ബിസിനസ് വഴി തന്നെ വീണ്ടും ഒരു മാർച്ച് മാസം കഴിഞ്ഞ 2025 ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ആ ഒരു ലോണും അടച്ചു തീർത്തു. അങ്ങനെ എൻ്റെ 3 ലോണുകളും അമ്മ മാതാവിൻ്റെ ഈശോയുടെയും ഈ കൃപാസന സന്നിധിയുടെയും വലിയ സഹായത്താൽ എനിക്കത് പൂർത്തിയാക്കി അടച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു കോൾസും ഈ പറഞ്ഞ ലോണുകാരുടെ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് എനിക്കെൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലും ഇതിൻ്റെ പേരിൽ ഒരുപാട് അസ്വസ്ഥതകൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽ മുഴുവൻ എൻ്റെ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് ആർക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊക്കെ അവരെ വേദനിപ്പിച്ച് പോയതിനും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു പോയതിനും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. അത് ഇന്ന് സമാധാനത്തോടു കൂടെ കുടുംബം മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു പഴയൊരു കാറായിരുന്നു, എൻ്റെ പപ്പ വാങ്ങിച്ചൊരു കാറായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനുള്ള ഇരിക്കാനുള്ള സൗകര്യം അതിലില്ലായിരുന്നു. അതും ഞാൻ പ്രതീക്ഷിക്കാതെ നമ്മുടെ തന്നെ പാർട്ട്ണർ ഉപയോഗിച്ചിരുന്ന വലിയ കാറുണ്ടായിരുന്നു. ആ കാറ് പെട്ടെന്ന് കാണാൻ അവൻ പറയുന്നത് ഞാൻ വേറെ കാർ എടുക്കാൻ പോകുന്ന, നിനക്ക് ഈ കാറ് വേണമെങ്കിൽ നീ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 7 പേർക്കോളം അതിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു വലിയ കാറ്. ആ കാറ് വിചാരിക്കാത്ത നിമിഷത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കത് കിട്ടിയത്. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ നന്ദിയും ഞാൻ മാതാവിനും ഈശോയ്ക്ക് കരകയറ്റുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ വൈകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും മടുപ്പ് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോടൊക്കെ അടികൂടിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നാൾ ദൈവം അതിൻ്റെ വില കണ്ടെത്തി ഞങ്ങളറിയാതെ, കാരണം അത് ദൈവം തന്നതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം സഹായിക്കും. പക്ഷെ നമ്മളെ തിരിച്ചറിയില്ല അത് ദൈവം തന്ന അനുഗ്രഹമാണെന്ന്. അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദൈവം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ, നീ ഇതിന്ന് മാറിപ്പോവോ, ഇതിന്ന് തെന്നിപ്പോവോ. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം വഴി എല്ലാവർക്കും ഈ പത്രം, അത് ഏത് മതമായിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, ഓട്ടോക്കാർ ബാംഗ്ലൂരിലായിക്കോട്ടെ, കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം ഒക്കെ വാങ്ങിച്ച് പള്ളി വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പിന്നെ ഞാൻ കുറച്ച് നാൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. അപ്പം എല്ലായിടത്തും പോയിട്ട് ഞാൻ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നേരെ പോകും ഈ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് ആളുകൾ കൊടുക്കും. ചില ആൾക്കാർ ചോദിക്കുന്നവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഈ പത്രം വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, കൃപാസനത്തിനോട് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും ഞാൻ ഈ കൃപാസനത്തിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അവിടെയുള്ള, ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള സമയത്ത്, കാരണം അപ്പോഴും കടമുണ്ട്, പക്ഷേ എന്നാലും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൈസ, ഏതെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത പൈസയൊക്കെ ചിലപ്പം 1000-2000 കിട്ടുമ്പോൾ ഞാൻ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറേ ബിസ്ക്കറ്റുകളും കുറേ അവിടെ ഒരു ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ നടത്തുന്ന സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഇതുണ്ട്. അവിടെ പോയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ വാങ്ങിക്കും, പലഹാരങ്ങളായിട്ടും അവർക്ക് വേണ്ടുന്ന, അതായത് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ബാത്റൂം ക്ലീനിങ്, അത് കുട്ടികൾക്ക് വേണ്ട സോപ്പ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10 എത്രയാണെന്ന് നോക്കുന്നില്ല, ആ ഒരു തുക കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട്, ചിലപ്പോൾ ഇല്ലാത്ത പൈസ ഞാൻ ചിലപ്പോൾ ആരുടെ വാങ്ങിച്ചിട്ടൊക്കെ, കാരണം സങ്കടം അത് പോയി കാണുമ്പോൾ, അങ്ങനത്തെ മക്കളൊക്കെ പോയി കൊണ്ടേ കാണുമ്പോൾ അവരിങ്ങനെ കൈ നീട്ടുമ്പോൾ, നമ്മൾ മുന്നിലേക്ക് വന്ന് കൈ നീട്ടുമ്പോഴൊക്കെ വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ആ മക്കൾക്ക് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ അവിടെ ഉള്ള സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ വൃദ്ധസദനമുണ്ട് വീടിൻ്റെ അടുത്ത്,
അപ്പോൾ ആ വൃദ്ധസദനത്തിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മീൻസ് എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം ഒരു ചായക്കുള്ളതായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട് മേടിച്ച് കൊടുത്ത് കുറച്ച് സമയം അവരെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇതെൻ്റെ വീട്ടുകാർക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യങ്ങൾ ഇന്ന് വരെ അവർക്ക് അറിയത്തില്ല. അപ്പം ഇത് ആരോട് പറയേണ്ട കാര്യമല്ല, എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ പ്രവൃത്തിയാണ് ഇതൊക്കെ. അത് ഈ ഉടമ്പടി വഴി ഈ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ പറയുന്നത്. ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക ഇതിന് മുമ്പിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. നമ്മൾ കാണും ചില ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിയും. പക്ഷേ ഇന്ന് ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പൈസയ്ക്ക് ചോദിക്കണം, പൈസ ആയിട്ട് ഞാൻ കൊടുക്കില്ല, പകരം ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ ജീവിതം ഒരുപാട് വിശദീകരിക്കപ്പെട്ടത്. ഒത്തിരി സമയം ഈശോയുടെ സന്നിധിയിൽ, അതായത് നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ്. ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയം ഒരു 10, 20, 25 മിനിറ്റോളം നമ്മൾ ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുക, നമ്മുടെ ഭാരങ്ങൾ ഏറ്റു പറയുക, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് നന്ദി പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട്. കാരണം അത് പോരാതെ നമ്മൾ ഈ നിത്യാരാധന ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക, കൊന്ത ചൊല്ലുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധ്യമായത് ഈ ഉടമ്പടി വഴിയാണ്. അതുപോലെ എന്നും കുർബാനയ്ക്ക് പോകാനുള്ളൊരു പ്രചോദനം എനിക്ക് ലഭിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ്. എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും. എവിടെ യാത്ര ചെയ്ത് വന്നാലും രാവിലത്തെ സമയമാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്കെങ്കിലും പോകാൻ ശ്രമിക്കും. അഥവാ ഏതെങ്കിലും യാത്രയാണെങ്കിൽ മാത്രം അത് മുടങ്ങാറുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി കരയറ്റുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബിന്ദു എം ജേക്കബ്. മകൾ റൂത്ത് റാഹേൽ ജോയ്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസത്തിലാണ്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളായിരുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് ശേഷം മകൾ വിദേശത്തായിരുന്നു, അവിടെയാണ് പഠിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ പഠനം കഴിഞ്ഞത് 2024 ആഗസ്റ്റ് മാസത്തിലാണ്. അപ്പം ഞങ്ങളുടെ ജീവിത ഭദ്രതയ്ക്കും ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു ജോലി അധികം വൈകാതെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടുവരുന്നു, പിന്നെ എല്ലാ മാസവും വരുമായിരുന്നു. അപ്പം ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഇവിടെ വന്ന് ആഗസ്റ്റിലാണ് പഠിച്ചിറങ്ങിയത്. ഒക്ടോബർ 30 മുമ്പ് ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒരു NHS ജോബ് കിട്ടണമെന്ന്. പക്ഷേ അത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് NHS ജോബ് ഒക്ടോബർ 30 മുമ്പ് കിട്ടണമെന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടി ഉടമ്പടി എടുത്തിരുന്നു, ഓൺലൈൻ ഉടമ്പടി അവിടെ നിന്ന് എടുത്തിരുന്നു. അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച തന്നെയായിരുന്നു ഇൻ്റർവ്യൂ കിട്ടിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അത് അവിടുത്തെ നാഷണൽ ഹെൽത്തിലാണ്, NHS. അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് വരുന്നതിന് മുമ്പെങ്കിലും ഈ ജോലി കിട്ടിയെന്ന് ഒരു അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറഞ്ഞു, കണ്ണീരിനും കാത്തിരിപ്പിനും ഒക്കെ ഒരു ഫലമായിട്ട് 6 പേരുള്ള പേരാകാം, നമ്പറാകാം, സ്ഥലമാകാം, അങ്ങനെയുള്ള അതിനെയെല്ലാം ദൈവം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മകളുടെ പേര് റൂത്ത് എന്നാണ്. ഞാനത് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അവളോട് പറയുകയും ചെയ്തു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അഖണ്ഡ ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജെനറ്റിക്സ് ആണ് പഠിച്ചത്. ആ ജെനറ്റിക്സിന് മെഡിക്കൽ ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അറിയിപ്പ് കിട്ടി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. കാരണം ഞങ്ങൾക്ക് കുട്ടിയുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടാമതായി, ഞാൻ 1.5 മാസം മുമ്പ് ഇവിടെ വന്നു. ഉടമ്പടിയൊക്കെ പുതുക്കിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും മുമ്പ് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഒരു 12 ലക്ഷം രൂപയോളം പെട്ടെന്ന് കൊടുക്കേണ്ടതായൊരു ബാധ്യത ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മുമ്പിൽ മാർഗങ്ങളോ വഴികളോ ആളുകളോ നമുക്ക് മുമ്പിലില്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട്, ഒരു കുട്ടി അമ്മയോട് പറയുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ മാർഗങ്ങളില്ല, വഴികളില്ല, എനിക്ക്
പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അമ്മ എനിക്ക് വഴി തെളിച്ച് തരണം. അമ്മ ഇത് ഏറ്റെടുത്ത്, ഞാൻ അമ്മയെ ഏൽപ്പിച്ച് ഈ കാര്യം ഏറ്റെടുത്ത് എനിക്കത് നടത്തി തരണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തേക്കുമായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് തന്നെ അറിയില്ല, അത്ഭുതകരമായിട്ട് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈ 12 ലക്ഷത്തിൻ്റെ ബാധ്യത ഒരു ലോണായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് തീർന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ 2 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉടമ്പടി വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഉറപ്പ് തരണമെന്നും അറിയിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാത്രി ഒരു പുലർച്ചെ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് രാത്രി മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം, എൻ്റെ വിഷയങ്ങളിൽ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുലർച്ചെ ഒരു 3 മണി സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് നെറ്റിയിൽ വന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ വന്ന് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് എന്നോട് പറയുകയാണ്, തൈലം തേച്ചാൽ മതി, അതേ പറഞ്ഞുള്ളൂ, എല്ലാം ശരിയാകും, തൈലം പുരട്ടിയാൽ മതിയെന്ന്. ഒന്നത്. 2, വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു അനുഭവം കൂടെ കാണിച്ചു തരണം എന്ന്. അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു സ്വപ്നത്തിൽ, കാലേബ് ജോസഫ് ട്രസ്റ്റ് ഇത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാലേബ് കാനാൻ ദേശം കണ്ടതാണെന്നും ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി മന്ത്രിയാക്കിയതാണെന്നും അത് വിശ്വസിക്കണമെന്നുമാണെന്ന്. ഇതാണ് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ. മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധമ്മയുടെ കാവൽ എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് 4 മക്കളാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം, അതാണ് എനിക്ക് സാധിക്കുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു, കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, വൃദ്ധരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ യാത്രകൾ, ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ യാത്രകളിൽ അത്യാവശ്യമെന്ന് തോന്നുന്നവർക്കും കാണുന്നവർക്കും ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഞാൻ മൂലമോ എൻ്റെ കഴിവ് മൂലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിപാലനവും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോകുന്നത്.